ഹായ് ഹലോ. നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലാൻ ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ബിസിനസ് ചെയ്യേണ്ടതെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്കൊരു നല്ലൊരു ഡ്രീം ഉണ്ടായിരിക്കണം, നമുക്കൊരു നല്ല സ്വപ്നങ്ങൾ കാണാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. എന്നിട്ട് ആ സ്വപ്നത്തിലേക്ക് എത്തുന്നതിനുള്ള പ്രയത്നങ്ങളായിരിക്കണം നമ്മുടെ ഓരോ നീക്കങ്ങൾ. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കുറച്ച് സ്വപ്നങ്ങൾ അതിൻ്റെ ചിത്രങ്ങളായി തന്നെ നിങ്ങൾ എന്നും കാണുന്ന ഒരു സ്ഥലത്ത് എന്ത് ചെയ്യണം, പ്രദർശിപ്പിക്കണം. ഇവൻ നമ്മളൊരു ഓഫീസിലിരിക്കുകയാണെങ്കിൽ ആ ഓഫീസിൻ്റെ ഡെസ്കിൽ നമുക്കത് കാണാൻ കഴിയണം. ഇല്ലെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ നമുക്കത് കാണാൻ കഴിയണം. ഇല്ലെങ്കിൽ ഈവൻ നമ്മൾ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഫ്രണ്ടിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ സ്വപ്നങ്ങൾ കാണണം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൽ എത്താനുള്ള പ്രചോദനം കൂടിക്കൊണ്ടിരിക്കും. കാരണം നമ്മളത് സെറ്റ് ചെയ്തിരിക്കും, നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾ ചിലപ്പോൾ 10-15 സ്വപ്നങ്ങൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് എത്തണം എന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുക. എന്നിട്ട് പ്രയോറിറ്റി ബേസ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഓരോ ചിത്രങ്ങളും അല്ലെങ്കിൽ ആ ഓരോ പേരുകളും ഏതൊക്കെയാണോ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്താറുള്ളത് അത് പ്രയോറിറ്റി ബേസ് ആയിട്ട് 1 to 1 ആയിട്ട് എഴുതി വെക്കുക. എന്നിട്ട് അതിനനുസരിച്ച് അതിൻ്റെ പിക്ചറുകൾ സെറ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ പേഴ്സണൽ സ്പേസായ നമ്മുടെ ഒരു റൂം ഉണ്ടാവുമല്ലോ, അവിടെ നമ്മുടെ ചുമരിൽ നമ്മുടെ വാളിൽ അത് പ്രദർശിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ ഏറ്റവും ചെറിയ കുറച്ച് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, നമുക്കൊക്കെ വീടൊക്കെ ഉണ്ടാവാം, ചില ആളുകൾ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ടാവാം. അങ്ങനെ പ്രയോറിറ്റി ബേസ് നമുക്കൊരു വലിയൊരു വീടെന്ന സ്വപ്നം നമുക്ക് കാണാൻ കഴിയണം. സമൂഹത്തിൽ അത്യാവശ്യം ആളുകൾ ഉപയോഗിക്കുന്നതിൽ ഇതിനേക്കാളും ഉപരി ഒരു ഡ്രീം കാറ്, അതിപ്പം മാർക്കറ്റിൽ ഏറ്റവും അവൈലബിളായ ഒരു കാറ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരു ഡ്രീം കാറാവാം. ഇനിയിപ്പോൾ ഈവനല്ല, നമുക്കൊരു കുറച്ച് സ്ഥലം വാങ്ങണം, പ്രോപ്പർട്ടി ആയിട്ട് അസറ്റായിട്ട് കുറച്ച് സ്ഥലം വാങ്ങണം, അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇനിയിപ്പോൾ അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് എന്ത് ചെയ്യാം, വിലപിടിപ്പുള്ള ആഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ആഭരണം എന്നുള്ളതിന് എത്ര വാങ്ങണമെന്ന് നമ്മൾ സ്വപ്നങ്ങൾ കാണുക. പിന്നെ ചില ആളുകൾ കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ ഡോക്ടറാക്കാം, എഞ്ചിനീയറാക്കാം, അല്ലെങ്കിൽ ഹയർ പൊസിഷനിൽ വരുന്ന പൊസിഷനിലേക്ക് നമ്മൾ കുട്ടീനെ എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിൻ്റെ പ്ലാൻ, ഇതൊക്കെ നമ്മൾ പിക്ചർ വൈസ് എന്ത് ചെയ്യണം, നമ്മൾ കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണം. എന്നിട്ട് ആ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയാവട്ടെ ഇന്നു മുതൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എന്ന് മാത്രം പറഞ്ഞിട്ടാണ് ഇന്നത്തെ ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യുന്നത്. താങ്ക് യു.